ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഒരു 2023-24 കാലഘട്ടത്തിൽ വന്ന മുഖ്യമന്ത്രിമാരെ കുറിച്ചാണ്. സോ പല എക്സാമിലും എന്ന സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ കർണാടകത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്, സിക്കിമിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്, ഈ രീതിയിൽ ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഡൗട്ടാണ്, അപ്പോൾ 28 സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഞാൻ പഠിക്കേണ്ടതുണ്ടോ? പഠിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യത 2023-24, അതായത് ഈ അടുത്ത വർഷങ്ങളിൽ നടന്ന പുതിയ അപ്പോയിന്റ്മെന്റ്സ് ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. പുതിയ മുഖ്യമന്ത്രിമാര് ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ 2024-ലും 2023-ലുമായിട്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച മുഖ്യമന്ത്രിമാരാണ് നമ്മൾ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും വരുന്ന പല തല എക്സാമുകളിലും, വിവിധ തല എക്സാമുകളിലും ഈ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും വിവിധ തല പരീക്ഷകളിൽ ഈ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഡൽഹിയുടെ കേന്ദ്ര ഭരണ പ്രദേശമായിട്ടുള്ള ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വനിത ആരാണ്? അതിഷി മർലേനയാണ്. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? അതിഷി മർലേനയാണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയിൽ നിലവിലുള്ള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ, ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളിലും അതുപോലെ പുതുച്ചേരി, ഡൽഹി, ജമ്മു കാശ്മീർ തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിയമസഭയുണ്ട്, അതിനൊരു മുഖ്യമന്ത്രിമാരുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു 28 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും നോക്കുന്ന സമയത്ത് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് ആര്? അതിഷി മർലേന എന്ന് പറയുന്നത്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന. അടുത്തത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി. നമ്മുടെ ലോക്സഭ ഇലക്ഷന്റെ കൂടെ 2024 ലോക്സഭ ഇലക്ഷന്റെ കൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് എൻ ചന്ദ്രബാബു നായിഡു. എൻ ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഇനി ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാണ്? മോഹൻ ചരൺ മാച്ചിയാണ് കേട്ടോ. മോഹൻ ചരൺ മാച്ചി. ഒഡീഷയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? മോഹൻ ചരൺ മാച്ചിയാണ്. സിക്കിം മുഖ്യമന്ത്രി ആരാണ്? പ്രേംസിംഗ് തമാങ്. സിക്കിമിന്റെ മുഖ്യമന്ത്രി ആരാണ്? പ്രേംസിംഗ് തമാങ് ആണ്. സിക്കിമിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? പ്രേംസിംഗ് തമാങ് ആണ്. തെലങ്കാന മുഖ്യമന്ത്രി ആരാണ്? രേവന്ത് റെഡ്ഡിയാണ് ഇപ്പോഴത്തെ തെലങ്കാന മുഖ്യമന്ത്രി. പറഞ്ഞിരിക്കുക, ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന, ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ എൻ ചന്ദ്രബാബു നായിഡു, ഒഡീഷയുടെ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാച്ചി, സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് ആണ്. ഈ ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിയാണ് പവൻ കല്യാൺ കേട്ടോ. പവൻ കല്യാൺ ആണ് ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രി. തെലങ്കാന മുഖ്യമന്ത്രി ആരാണ്? രേവന്ത് റെഡ്ഡിയാണ്. തെലങ്കാന മുഖ്യമന്ത്രി ആരാണ്? രേവന്ത് റെഡ്ഡിയാണ്. ഇനി അരുണാചൽ പ്രദേശ്, ഇവിടെ പേമഖണ്ഡു എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴത്ത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിഷി മർലേനയാണെന്ന് പറഞ്ഞിരുന്നു. ഈ അതിഷി മർലേന വരുന്നതിന് മുൻപ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹമായിരുന്നു. ഇപ്പൊ നിലവിൽ ആരാണ്? അതിഷി മർലേനയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് അരുണാചൽ പ്രദേശില് പേമഖണ്ഡ് മുഖ്യമന്ത്രി ആയ സമയത്ത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹമായിരുന്നു. എന്നാൽ നിലവിൽ ആരാണ്? അതിഷി മർലേനയാണ്. ഓക്കെ. അടുത്തത് ഹരിയാന മുഖ്യമന്ത്രിയാണ് നായിബ് സൈനി. അദ്ദേഹം തുടർച്ചയായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. മുൻപും നായിബ് സൈനി തന്നെയായിരുന്നു. അപ്പോ ഹരിയാനയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ആര്? നായിബ് സൈനി എന്ന് പറയുന്നത്. നായിബ് സൈനിയാണ് ഹരിയാനയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. ജാർഖണ്ഡിൽ അടുത്തിടെയാണ് ഇലക്ഷൻ നടന്നത്. അപ്പോ ജാർഖണ്ഡിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ എന്ന് പറയുന്നത്. ഹേമന്ത് സോറൻ ആണ് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി. കാശ്മീർ മുഖ്യമന്ത്രി, കാശ്മീരിൽ ഈ അടുത്തിടെയാണ് ഇലക്ഷൻ നടന്നത്.
സോ കാശ്മീരിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ആര്? ഒമർ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയാണ് കാശ്മീരിന്റെ മുഖ്യമന്ത്രി. മേഘാലയ ആരാണ്? കോൺറാഡ് സാഗ്മ. മേഘാലയയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാഗ്മ. മേഘാലയ കോൺറാഡ് സാഗ്മ. അപ്പോ അരുണാചൽ പ്രദേശ് ആണെങ്കിൽ പേമ ഖണ്ഡു ആണ്. ഹരിയാന മുഖ്യമന്ത്രി ആരാണ്? നായിബ് സൈനിയാണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനാണ്. കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ്. മേഘാലയയിലെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? കോൺറാഡ് സാഗ്മയാണ്. അതുപോലെ ഛത്തീസ്ഗഡ് PYQ ആണ്, ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ച ഒരു PYQ ആണ്. ഛത്തീസ്ഗഡിന്റെ ഇപ്പോഴത്തെ CM ആരാണ്? വിഷ്ണു ദിയോ സായി ആണ്. വിഷ്ണു ദിയോ സായി എന്ന് പറയുന്ന വ്യക്തിയാണ് ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി. ജാർഖണ്ഡ് ആണെങ്കിൽ ഹേമന്ത് സോറനും, ഛത്തീസ്ഗഡ് ആണെങ്കിൽ വിഷ്ണു ദിയോ സായി എന്ന് പറയുന്ന വ്യക്തിയാണ്. PYQ ആണ്, 1-2 എക്സാമ്പിളൊക്കെ ചോദിച്ചിട്ടുണ്ട്. മധ്യപ്രദേശ് മോഹൻ യാദവ്. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ്. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ് എന്ന് പറയുന്നത്. അപ്പോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഓരോ എക്സാം എഴുതുന്ന സമയത്തും എന്റെ സൗണ്ട് നിങ്ങളുടെ ചെവിയിലൂടെ മുഴങ്ങണം. ഓക്കെ, അതായത് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ആര് എന്ന് നിങ്ങൾക്ക് എക്സാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൗണ്ട് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് മുഴങ്ങണം. ആരാണ്? മോഹൻ യാദവ് ആണ്. രാജസ്ഥാൻ ആരാണ്? ഭജൻലാൽ ശർമ്മ. രാജസ്ഥാന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാന്റെ നിലവിലെ മുഖ്യമന്ത്രി. അസമിന്റെ ആരാണ്? ഹേമന്ത് ബിശ്വ ശർമ്മ. ഹേമന്ത് ബിശ്വ ശർമ്മ. ഹേമന്ത് ബിശ്വ ശർമ്മയാണ് അസമിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഏറ്റവും ഒടുവിലായിട്ട് നാഗാലാൻഡ് നെഫ്യൂറിയോ ആണ് നാഗാലാൻഡിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അപ്പോ ഛത്തീസ്ഗഡിന്റെ വിഷ്ണു ദിയോ സായി ആണ്, മധ്യപ്രദേശിന്റെ മോഹൻ യാദവ് ആണ്, രാജസ്ഥാനിന്റെ ഭജൻലാൽ ശർമ്മയാണ്, അസമിന്റെ ഹേമന്ത് ബിശ്വ ശർമ്മയാണ്, നാഗാലാൻഡിന്റെ നെഫ്യൂറിയോ ആണ്. എടോ, അപ്പൊ നമ്മള് ഏകദേശം 15 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ പഠിച്ചിട്ടുണ്ട്. ഏകദേശം പകുതി അല്ലെ, 13 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും, ഡൽഹിയും കാശ്മീരും. അപ്പോ നമ്മൾ ഇതുപോലെ കറന്റ് അഫയേഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിച്ചു പോകുന്നത്. നമ്മുടെ ആപ്പുകളിലും അതുപോലെ നമ്മളെ ചാനലിൽ ഇതുപോലെ കറന്റ് അഫയേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിലുള്ള ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇനി വരുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളിപ്പോൾ LSC എക്സാം കഴിഞ്ഞു, ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി തല പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ 2 പേപ്പറാണ് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലി ഇനി നേടണമെന്നുണ്ടെങ്കിൽ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം 2 പേപ്പർ നിങ്ങൾ നല്ലൊരു സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് എത്താൻ സാധിക്കൂ. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസ് പരീക്ഷ പാസ്സാവണം. സോ പ്രിലിംസ് പരീക്ഷ എങ്ങനെ എളുപ്പത്തിൽ പാസ്സാകും? എളുപ്പത്തിൽ എന്ന് പറയുന്ന വാക്കല്ല, എങ്ങനെ നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ നേടാൻ കഴിയും? ഏതൊക്കെ ടോപ്പിക്സ് ആണ് കീ ടോപ്പിക്സ്? ഏതൊക്കെ വർഷങ്ങളിലെ PYQs ഞാൻ നോക്കേണ്ടതുണ്ട്? ഓക്കെ, ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചാലാണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക? മലയാളവും ഇംഗ്ലീഷും മാത്സും എങ്ങനെയാണ് ഞാൻ നന്നായിട്ട് സ്കോർ ചെയ്യാം? അപ്പോൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ആ സംശയങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡിഗ്രി പ്രിലിംസിന്റെ ആ ഒരു പ്രിലിംസ് എക്സാം അതിന്റെ ചോദ്യപേപ്പർ എല്ലാം അനലൈസ് ചെയ്തിട്ട് അങ്ങനെ ഒരു സെഷനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 11 രാത്രി 7 മണിക്കാണ്. അതായത് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെഷനിൽ, 1 മണിക്കൂർ സെഷനിൽ PYQ അനലൈസ് ചെയ്ത ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓരോ ടോപ്പിക്കും, ഏതൊക്കെ ടോപ്പിക്സ് ആണ് കീ ടോപ്പിക്സ്, നമ്മളിപ്പോൾ 10th പ്രിലിംസിനൊക്കെ അങ്ങനത്തെ വീഡിയോ ചെയ്തിരുന്നു. ഓരോ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്, അപ്പം അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിസംബർ 11 രാത്രി 7 മണിക്കാണ്. മറക്കരുത്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് 8590202323 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? തുടക്കം തൊട്ടേ പഠിച്ചു തുടങ്ങുക. ഡിഗ്രി ലെവൽ എക്സാം ആണ്, ഒരു ലോങ് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പുതുതായിട്ട് നിലവിൽ വന്ന മുഖ്യമന്ത്രിമാരെ കുറിച്ചായിരുന്നു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന
കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ഏതൊക്കെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. മറക്കല്ലേ, നമ്മുടെ ആ ഒരു വെബിനാർ ഉണ്ട്, അതൊരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ഡിസംബർ 11 രാത്രി 7 മണിക്ക്.